ഇവിടെ ഒരു ചോദ്യം, മുസ്ലിം സ്ത്രീകൾ എന്തിനാണ് കറുത്ത കുപ്പായത്തിൽ മൂടി പൊതിഞ്ഞ് നടക്കുന്നത്? ആരോഗ്യശാസ്ത്രപരമായി തന്നെ അത് പ്രശ്നമല്ലേ എന്നതാണ് ചോദ്യം. വസ്ത്രധാരണം, ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പുരുഷന്റെയും സ്ത്രീയുടെയും ശാരീരിക സവിശേഷതകൾ എന്ന് പറയുന്നത് നേച്ചറാണ്, അത് പ്രകൃതിപരമാണ്. പക്ഷെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അത് ഏത് രീതി സ്വീകരിക്കണം എന്നത് അവന്റെ കൾച്ചറാണ്, സംസ്കാരമാണ്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് വിടുക മാത്രമല്ല ചെയ്തത്, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണ്ട എന്ന കൃത്യമായ ഒരു ജീവിതക്രമം അതുകൂടി മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം പ്രവാചകന്മാരിലൂടെ ഈ സന്മാർഗ ദർശനം മനുഷ്യന് നൽകുകയുണ്ടായി. ആ പാഠങ്ങളിൽ മനുഷ്യന്റെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ മനുഷ്യന്റെ കുടുംബം, സമൂഹം, അതേപോലെ ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ പാഠങ്ങളും സമർപ്പിക്കുകയുണ്ടായി. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ ഏതെങ്കിലും ഒരു നിറമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു വസ്ത്രമോ അതൊരിക്കലും പ്രവാചകന്മാര് മനുഷ്യനെ പഠിപ്പിച്ചിട്ടില്ല. അതിനപ്പുറം കൃത്യമായി സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും വസ്ത്രധാരണം എങ്ങനെയായിരിക്കണമെന്ന പാഠങ്ങൾ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ടിട്ടുണ്ട്. സ്ത്രീക്ക് സ്ത്രീയുടെ ശാരീരിക സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണ ക്രമം നൽകി, പുരുഷന് പുരുഷന്റെ സവിശേഷതകളെ പരിഗണിച്ചിട്ടുള്ള വസ്ത്രധാരണ ക്രമം നൽകി എന്നത് മാത്രമാണ്. പ്രകൃതിപരമായി തന്നെ നമുക്കറിയാം, ഇപ്പോ നല്ല വേനൽക്കാലം കഴിഞ്ഞ് നല്ല ചൂടുകാലം കഴിഞ്ഞാണ് നമുക്ക് ഇങ്ങനെ ഒരു മഴ കിട്ടിയത്. ചൂടുകാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ പുരുഷന്മാരൊരു ഒറ്റ മുണ്ട് ധരിച്ചിട്ട് അവര് പുറത്തിറങ്ങിയിരിക്കും. അതേപോലെ തന്നെ ഒരു സ്ത്രീക്ക് എന്തായാലും ഒരു ഒറ്റ മുണ്ട് ധരിച്ചിട്ട് ഇറങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. സ്ത്രീയുടെ ശാരീരിക സവിശേഷത തന്നെ പ്രകൃതിപരമായി കൂടുതൽ വസ്ത്രം ആവശ്യപ്പെടുന്ന ശാരീരിക സവിശേഷതയാണ് സ്ത്രീകൾക്കുള്ളത്. അപ്പൊ അതിൽ കൃത്യമായിട്ടും ഇസ്ലാം ഒരു വലിയ ഒരു തെറ്റിനെ, വലിയൊരു തിന്മയെ നിരോധിക്കുമ്പോൾ അതിലേക്ക് തുറക്കുന്ന ചെറുതും വലുതുമായ കവാടങ്ങളെ കൂടി ബന്ധിച്ചുകൊണ്ടാണ് ഒരു തിന്മയെ തടയുന്നത്. വ്യഭിചാരം എന്നത്, അല്ലെങ്കിൽ പരസ്ത്രീ ഗമനം എന്നത്, അല്ലെങ്കിൽ പരപുരുഷ ബന്ധം എന്നത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കുടുംബം എന്നതിന് ഏറെ പ്രാധാന്യം, മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിനുള്ള അത്ര പ്രാധാന്യം ഒരു സമൂഹത്തിൽ കുടുംബം എന്ന ഘടനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാഹേതര ബന്ധങ്ങളെ അത് കൃത്യമായി തന്നെ അരുത് എന്ന്, നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം അധാർമികതകളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരുപാട് ഘടകങ്ങളെ നിയന്ത്രിച്ചപ്പോൾ അതിന് തുടക്കം എന്നുള്ള നിലയിൽ പുരുഷന്മാരോട് ദൃഷ്ടി താഴ്ത്തണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. സ്ത്രീയെ നിങ്ങൾക്ക് സാധാരണ നിലയിൽ നിങ്ങൾക്ക് നോക്കുന്നതോ നിങ്ങൾ സംസാരിക്കുന്നതോ ഒക്കെ ആവാം, അതിനപ്പുറം അവളെ ആസ്വദിക്കാൻ മാത്രമുള്ള നോട്ടം നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സ് സ്വന്തം വികാരങ്ങൾ അങ്ങനെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ കണ്ണ് താഴ്ത്തണമെന്നാണ് പുരുഷനോട് കൽപ്പന. അതേപോലെ തന്നെ ഉള്ളൊരു കൽപ്പന തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് പുറത്ത് അന്യരുമായി ഇടപെടുമ്പോൾ മുഖവും മുൻകൈയും ഒഴികെ മറ്റെല്ലാം മറയ്ക്കണം. അതിന് പറുത വേണമെന്നോ കറുത്ത തുണി വേണമെന്നോ ഒന്നും ഒരു നിർബന്ധവുമില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ പല പാറ്റേണിൽ വസ്ത്രം ധരിച്ച ആളുകളുണ്ട്, പല കളറുകളിൽ ധരിച്ചതുണ്ട്. അതൊക്കെ ഓരോ ആളുകളും അവരവരുടെ അഭിരുചിയും ഇഷ്ടവും സൗകര്യങ്ങളും അനുസരിച്ച് തിരഞ്ഞെടുക്കുന്നതാണ്. ഇനിയിപ്പോ മുഖവും മുൻകൈയും ഒഴികെ മറ്റെല്ലാം മറയ്ക്കുക എന്നത് സാമൂഹികമായ എന്തെങ്കിലും മുന്നേറ്റങ്ങൾക്ക് തടസ്സമാണ് എന്ന് ഇക്കാലത്ത് സാമാന്യമായി സമൂഹത്തെ വായിക്കുന്ന ആരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യന്റെ ഇവിടെ സാറ് സൂചിപ്പിച്ചു, ഇവിടെ സ്ത്രീകൾ ഒരുപാട് ഞങ്ങളെ അഭിനന്ദിക്കുകയുണ്ടായി. അതില് സാറിനോടുള്ള ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ഞങ്ങൾ സ്ത്രീത്വത്തിൽ അഭിമാനിക്കുന്നവര് തന്നെയാണ് ഞങ്ങൾ. കാരണം സമൂഹത്തിന്റെ പാതി സ്ത്രീകളാണല്ലോ, ബാക്കി പാതി പുരുഷന്മാർ സ്ത്രീയിലൂടെ പെറ്റുപോറ്റപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക മാറ്റങ്ങളുടെയൊക്കെ ഒരു ചാലക ശക്തിയായി
വർത്തിക്കുന്നവരാണ് സ്ത്രീകളെന്ന തികഞ്ഞ അഭിമാനം നിശ്ചയമായും ഞങ്ങൾക്ക് ഉണ്ട്. അത് ഇവിടെ അംഗീകരിച്ച് പറഞ്ഞതിനുള്ള സന്തോഷവും കൂടി ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ വസ്ത്രധാരണം സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെയും ഗോളാന്തര യാത്രകൾ, സമുദ്രാന്തര യാത്രകൾ, ഇങ്ങനെ തുടങ്ങി പല യാത്രകളിലും ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതൊന്നും ഒരു മനുഷ്യനും ഒരു തടസ്സവുമല്ല. എന്നല്ല, ബഹിരാകാശ യാത്രകളൊക്കെ ചെയ്യുന്ന മനുഷ്യരെ ശ്രദ്ധിച്ചു നോക്കും. അവരൊക്കെ മുൻകൈയും മുഖമൊക്കെ ഒഴിച്ച് ചിലപ്പോൾ മുഖത്തിന്റെ തന്നെ കുറെ ഭാഗങ്ങൾ കൂടി മറച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും അവരൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ ഒരു തെറ്റാണെന്നോ ഇതല്ലെങ്കിൽ ആരോഗ്യശാസ്ത്രപരമായി അതല്ലെങ്കിൽ സ്ത്രീയുടെ പുരോഗതിക്ക് തടസ്സമാണെന്നോ ഒക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ് എന്നത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ഒരു മുതലാളിത്തത്തിന്റെ ഒരു കച്ചവടക്കണ്ണ് അവര് നോക്കിയപ്പോൾ മാക്സിമം ലാഭം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി അവര് സെക്സിനെ കണ്ടു. സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ ഒരു സ്വതന്ത്ര ലൈംഗികത എന്നത് അത് ഇവിടെ വ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ അർത്ഥത്തിൽ ഒരു കാലത്ത് മാറ് മറക്കാൻ വേണ്ടി സമരം ചെയ്തവരാണ് നമ്മൾ. ഇപ്പോ മാറ് തുറന്നിടാനുള്ള സമരത്തിലാണ് എന്ന ഒരു അധോഗതിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഒക്കെ അതുപോലെ ധാർമ്മികതയിൽ നിന്നൊക്കെ മനുഷ്യരെ സ്വതന്ത്രരാക്കിയാലേ അവരുടെ ഈ ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലാണ് അവർ ഈ പറയുന്ന സംഗതികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന് പല പല സുന്ദരമായ പേരുകൾ, സ്വാതന്ത്ര്യം, സമത്വം, ജെൻഡർ പൊളിറ്റിക്സ്, അങ്ങനെ തുടങ്ങുന്ന കുറെ വാക്ക്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ തുടങ്ങുന്ന കുറെ മനുഷ്യന് ആകർഷകമായ വാക്കുകളിലൂടെ യഥാർത്ഥ ലക്ഷ്യത്തെ അവർ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ വസ്ത്രധാരണം എന്നത് മനുഷ്യന്റെ സംസ്കാരമാണ്. അത് മുഖവും മുൻകൈയും ഒഴികെ മറ്റെല്ലാം മറയ്ക്കുക എന്നത് പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തെ അനുസരിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. വസ്ത്രധാരണ രംഗത്ത് ദൈവത്തെ അനുസരിക്കുന്നു എന്ന് മാത്രമേ അതിനാച്ചുള്ളൂ. അതാണ് അവന്റെ ആ കൾച്ചർ, അവളിലൂടെ പ്രകടമാകുന്ന ആ കൾച്ചർ. ഞാൻ വസ്ത്രധാരണ രംഗത്ത് ദൈവത്തെ അനുസരിക്കുന്നു. ആ ദൈവത്തിനെ അനുസരിക്കുന്നതിന്റെ രീതിയിൽ പർദ്ദയോ ചുരിദാറോ സാരിയോ മറ്റേതെങ്കിലും ടോപ്പും മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്ത്രധാരണങ്ങളോ ഒക്കെ ആകാവുന്നതാണ്. കളറും ഇഷ്ടാനുസരണം ആകാവുന്നതാണ്. അതിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എന്റെ ഇതുവരെയുള്ള അറിവ്.